തിയേറ്ററും മാളും എല്ലാം കൂടെ ഉള്ളതാണ്. സോ നമ്മൾ ഇന്ന് കൽക്കി സിനിമ കാണാം എന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് ജമ്പിങ് ചെയ്യാനും കാശ് കൊടുക്കണമായിരിക്കും. എല്ലാത്തിനും സെപ്പറേറ്റ് കാശ്. എന്തുവാ നോട്ട്സ് എടുത്തോട്ടോ. പെയിന്റിങ്ങിലൊക്കെ പെയിന്റിങ് അല്ലേ ഇത്? ഇതൊരു വ്യത്യസ്തമായ മാളല്ലേ? മാളല്ല എന്നാലും Tom Savage Walk the Flaming Walk. ഞാൻ തന്തൂരിയൊക്കെ അടച്ചേക്കാം, ഒന്നും ഇല്ല ഇവിടെ. ലവ് ചെട്ടി ഒതന്റിക് ചെട്ടിനാട് കിസിംഗ്. ഗായ്സ് ഞങ്ങളങ്ങനെ ആദ്യത്തെ 3D സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. സ്കൂളിംഗ് ക്ലാസ് ഒക്കെ കിട്ടിയിരിക്കുന്നത്. ഗായ്സ് 3D സിനിമ കണ്ട് ഉറങ്ങിയവരാണ്. 3D കണ്ണാടി വെച്ചോണ്ട് ഉറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു 3D സിനിമ? ഇഷ്ടപ്പെട്ടോ? എന്തോ ഇഷ്ടപ്പെട്ടു? എനിക്കൊന്നും മനസ്സിലായില്ല. അല്ല എനിക്കൊന്നും മനസ്സിലായില്ല. ചുമ്മാ കുറെ അടി ഇട്ടും കുത്തും. മനസ്സിലായാലോ? സംഭവം ഒരു അമ്മാതി ഐറ്റമാണ്. നമ്മുടെ ഹോളിവുഡ് സിനിമയോട് കിടപടിക്കുന്ന രീതിയിലുള്ള ഇന്ത്യൻ സിനിമയുടെ ഒരു സംഭവമാണ് കാണിച്ചിരിക്കുന്നത്. നല്ല രസമുള്ള രീതിയിലുള്ള സ്റ്റൺസും എല്ലാം സൂപ്പറായിരുന്നു. അമിതാഭ് ബച്ചനും പ്രഭാസും തമ്മിലുള്ള സ്റ്റൺസൊക്കെ വളരെ കിടിലൻ തന്നെയായിരുന്നു. അന്നവൻ സൂപ്പറായിരുന്നു. അന്നവൻ്റെ ക്യാരക്ടർ ശോഭനയുടെ സ്റ്റൺസൊക്കെ നല്ല കിടിലനായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല രസമുള്ള രീതിയിൽ കൊള്ളായിരുന്നു. പക്ഷെ നമുക്ക് ഈ കണക്ഷൻ കിട്ടിയില്ല. അവസാന ക്ലൈമാക്സിലെ കണക്ഷൻ നമുക്കത് കിട്ടിയില്ല. നമുക്ക് ആ കഥ കൃത്യമായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് കണക്ഷൻ കിട്ടിയില്ല. അല്ലാതെ ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സും ഈ ഓരോരുത്തർ വരുന്നവരുടെയും ക്യാരക്ടേഴ്സൊക്കെ വളരെ മികച്ച രീതിയിലാണ്. അവർക്ക് സ്ക്രീൻ സ്പേസ് ഇത്രയും താരങ്ങളുണ്ടായിട്ട് എല്ലാവർക്കും അവരവരുടെ സ്ക്രീൻ സ്പേസ്. നമ്മുടെ ദുൽഖറിനെ എടുത്തു പറയണം. ദുൽഖറിന് ഒരു മനോഹരമായിട്ടുള്ള ക്യാരക്ടറായിട്ടിരിക്കുന്നത് പ്രഭാസിന്റെ ഒരു അസോസിയേറ്റഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ക്യാരക്ടറായിട്ടിരിക്കുന്നത്. നല്ല രസമുള്ള ഒരു ക്യാരക്ടർ. കുഞ്ഞ് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ നല്ല രസമായിട്ടാണ് ഓരോരുത്തരുടെയും ക്യാരക്ടർ ഈ ഒരു സിനിമയ്ക്ക് അത് വരും. നല്ല രസമുണ്ട്. നല്ല പടം.